നമസ്കാരം. കേരള കണക്റ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ACB വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ നമ്മുടെ ഒരു മണിക്കൂർ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. കേരള കണക്റ്റിൽ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം എത്ര ചർച്ച ചെയ്താലും തീരാത്ത അല്ലെങ്കിൽ വീണ്ടും വീണ്ടും സംശയങ്ങളുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. നമ്മുടെ ആരോഗ്യ സംബന്ധമായ വിഷയമാണ് പ്രമേഹവും ആയുർവേദവും. അപ്പോൾ ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആരോഗ്യ ശാഖ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രമേഹവും ആയുർവേദവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്, എങ്ങനെയാണ് ആയുർവേദം പ്രമേഹ രോഗികളെ ഏതൊക്കെ തരത്തിലാണ് സഹായിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിൽ പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട വിവിധ വശങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കേരള കണക്റ്റിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഗസ്റ്റ് ആയിട്ടുള്ളത് ഡോക്ടർ അശ്വതിയാണ്. ഡോക്ടർ അശ്വതി തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ കോളേജിലെ RMO ആണ്, അസോസിയേറ്റ് പ്രൊഫസറാണ്. ഡോക്ടറെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് ആദ്യം സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഒപ്പം പ്രേക്ഷകരോടായി നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. TV സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ഡോക്ടർ അശ്വതിയോട് പ്രമേഹവും ആയുർവേദവും എന്ന നമ്മുടെ ഇന്നത്തെ വിഷയത്തെ ബേസ് ചെയ്തിട്ടുള്ള എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതുകൂടാതെ വാട്സപ്പ് നമ്പറും നിങ്ങൾക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണാം. വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പായി നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാവുന്നതാണ്. അതിനുള്ള ഉത്തരവും ഡോക്ടർ അശ്വതി നിങ്ങൾക്ക് ലൈവായി തന്നെ നൽകുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മറക്കണ്ട, ഫോണിനായിട്ട് കോൾ ചെയ്ത് ചോദിക്കാം, വാട്സാപ്പിലൂടെ ചോദ്യങ്ങൾ മെസ്സേജായിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഡോക്ടർ, നമ്മുടെ കേരളത്തിനെ കുറിച്ച് പൊതുവേ സംസാരിക്കുമ്പോൾ തന്നെ പറയാം, കേരളം ഏറ്റവും എന്ന് വെച്ചാൽ വേണമെങ്കിൽ നൊട്ടോറിയസ്ലി പോപ്പുലർ എന്ന് പറയാം. നമുക്ക് ഈ ഡയബറ്റീസിൻ്റെ തലസ്ഥാനമാണ്, BP-യുടെ കാര്യത്തിൽ അങ്ങനെയാണ്. അപ്പം ആരോഗ്യ സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മൾ ആരോഗ്യത്തിൽ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ പല അഭികാമ്യമല്ലാത്ത റെക്കോർഡിൻ്റെ ഉടമകൾ കൂടിയാണ്. അപ്പോൾ ഈ ഡയബറ്റിസ് എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു കേരളത്തിൽ വളരെ കോമൺ ആയിട്ട് നമ്മുടെ വീടുകളിലും അയൽപക്കത്തും ഒക്കെ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, പലർക്കും ഉള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ എന്താണ് ഡയബറ്റിസ്, ആയുർവേദം എങ്ങനെയാണ് ഡയബറ്റിസിനെ തരപ്പെടുത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബേസിക്സ് പറഞ്ഞ് എപ്പോഴാണ് ഒരാൾ പ്രമേഹ രോഗിയാകുന്നതെന്ന് പറഞ്ഞ് തുടങ്ങാം നമുക്ക്. വീണ പറഞ്ഞത് ശരിയാണ്. നമുക്ക് വേറെ നല്ല നല്ല റെക്കോർഡുകൾ ഉള്ളപ്പോൾ തന്നെ പല കാര്യങ്ങളിലും അസുഖങ്ങളുടെ കാര്യത്തിൽ നമ്മൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയാണ് ഡയബറ്റീസിൻ്റെ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ ഇന്ത്യയിൽ തന്നെ കേരളമാണ് മുന്നിൽ. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലെ കണക്ക് വളരെ കൂടുതലാണ്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും നമ്മൾ അധികം ജോലി, അതായത് സെഡൻഡറി ആയിട്ടുള്ള അലസമായിട്ടുള്ളൊരു ജീവിത രീതിയൊക്കെ തന്നെയായിരിക്കണം അതിനുള്ളൊരു കാരണം. ഇപ്പോൾ ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു ടേമാണ് പ്രമേഹം ആണല്ലോ. പ്രമേഹം എന്ന് പറയുമ്പം ഡയബറ്റിസ് എന്നാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. ആയുർവേദത്തിൽ പ്രമേഹം എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പം ഒരു ശ്ലോകത്തിൽ പറയുകയാണെങ്കിൽ പ്രകർഷേണ മേഹതി എന്നാണ്. അതായത് ഒരുപാട് മൂത്രം ഒഴിക്കുക, അതൊരു സിംറ്റമാണ് ഡയബറ്റിസിൻ്റെ. നമ്മൾ പോളിയൂറിയ എന്നൊക്കെ പറയും. മൂത്രം ധാരാളം പോകുന്ന ഒരു അസുഖമാണ് പ്രമേഹം. അത് ആയുർവേദത്തിലെ 20 തരം പ്രമേഹത്തിനെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈ ഡയബറ്റിസ് മെൽറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന സിംറ്റം ധാരാളമായിട്ട് മൂത്രം പോവുക. ഇപ്പോൾ മൂത്രം പോവുക എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഇപ്പോൾ രാത്രിയിൽ ഒരു പ്രാവശ്യമൊക്കെ ബാത്റൂമിൽ പോകുന്ന ഒരാൾ 4-5 പ്രാവശ്യം പോവുക, അങ്ങനത്തെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇത്. പക്ഷേ ഇതൊരു സിംറ്റം ആണെങ്കിൽ, ഇത് മാത്രമാണ് അതിൻ്റെ സിംറ്റമെങ്കിലും നമ്മുടെ ശരീരത്തിനെ എഫക്റ്റ് ചെയ്യുന്ന കുറേ ലക്ഷണങ്ങൾ, കുറേ കാര്യങ്ങളുടെ ഒരു സമൂഹം, അതിനെയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല സിംറ്റം. ഇത് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് ഡീപ്പർ ഇതിലേക്ക് പോയിട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ലക്ഷണം പ്രധാനമായിട്ട് കാണിക്കുന്ന രോഗങ്ങളുടെ ഒരു സമുച്ചയം എന്ന് നമുക്ക് പറയാം. അതുതന്നെയാണ് പ്രമേഹം. നമ്മൾ സാധാരണ ഡയബറ്റിസ് എന്ന് പറയുന്നത് ഈ ആയുർവേദത്തിലെ ഒരു പ്രമേഹത്തിലെ ഒരു പ്രധാന ഇതാണ്. മധുമേഹം എന്നാണ് അതിന് ആയുർവേദത്തിൽ ശരിക്കും പറയുക, ഇങ്ങനെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ. എന്നാലും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേം പ്രമേഹം എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഈ അമിതമായിട്ട് നമുക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്നത് ഒരു പ്രധാന സിംറ്റമാണ്, അത് ഒരു ടൈപ്പ് ഓഫ് പ്രമേഹം എന്നുള്ളതാണ്. അങ്ങനെയല്ല, പ്രമേഹത്തിലെ ഒരു സിംറ്റമാണ്, അത് ഒരു സിംറ്റം മാത്രമാണ്. വേറെ ഒരുപാട് സിംറ്റംസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, നമ്മുടെ ആയുർവേദത്തിൽ
ഇപ്പം സാധാരണ ഒരാൾ പെട്ടെന്ന് ശരീരം ക്ഷീണിച്ചു കഴിഞ്ഞാൽ ഒരാൾ ചോദിക്കാറുണ്ട്, എന്താ നിങ്ങൾ ഷുഗർ ചെക്ക് ചെയ്തോ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ആയുർവേദത്തിൽ ഒരുപാട് രോഗങ്ങൾക്ക് ഒരു പൂർവ്വരൂപം എന്ന് പറഞ്ഞൊരു ഇത് പറയുന്നുണ്ട്. അതായത് ഒരു വാർണിംഗ് സൈൻസ് അല്ലെങ്കിൽ ഒരു പ്രോഡ്രോമൽ സിംറ്റംസ്, അതായത് ഒരു വലിയ രോഗം വരുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അതിനെപ്പറ്റി ആയുർവേദം പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗം പ്രമേഹമാണ്. പ്രമേഹത്തിൽ വളരെ ക്ലിയർ ആയിട്ട് ഏതൊക്കെ പൂർവ്വരൂപം എന്നതിന് പറയാം, ഏതൊക്കെ വാർണിംഗ് സിംറ്റംസ് ആണ് കാണുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു എണ്ണം ഇങ്ങനെ ധാരാളം മൂത്രം പോവുക, പിന്നൊന്ന് ശരീരം അധികമായി വേർപ്പ് അധികമാവുക, പിന്നെ ആ ശരീരത്തിൻ്റെ ഒരു സ്മെല്ല്, അതായത് ഈ വേർത്ത് കഴിഞ്ഞാലും നമ്മൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടുക, പിന്നെ ശരീരം അധികമായി ക്ഷീണിക്കുക, പിന്നൊന്ന് നമുക്ക് എപ്പോഴും ഒരു ക്ഷീണം, കുറച്ച് നമ്മളൊന്ന് നടക്കുവാണെങ്കിൽ ഇരിക്കാൻ തോന്നുക, ഇരുന്ന് കഴിഞ്ഞാൽ കിടക്കാൻ തോന്നുക, ഒരു ഉന്മേഷമില്ല, എപ്പോഴും ആകെ ഒരു ക്ഷീണം ഉള്ള ഒരു അവസ്ഥ. പിന്നെ വേറൊരു കാര്യം, കയ്യിലും കാലിലും ഒക്കെ പുകച്ചിൽ. പലരും വിചാരിക്കും അത് വാദത്തിൻ്റെയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നത്. പക്ഷെ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് പ്രമേഹത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതിൽ പല ലക്ഷണങ്ങളും പ്യുവർ ഡയബറ്റീസിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാലും, അതായത് എൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലും ഒക്കെ ഇത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഈ സിംറ്റംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളതൊരു വാർണിംഗ് ആയിട്ട് കൺസിഡർ ചെയ്ത്, അല്ലെങ്കിൽ ഒരു അലാം സിംറ്റമായിട്ട് എന്ന് വെച്ചാൽ ഒരു പൂർവ്വരൂപമായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ അല്പസമയമായിട്ട് വെയിറ്റ് ചെയ്യണം. അത് എടുത്തതിന് ശേഷം നമുക്ക് കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകും. ഹലോ, കേരള കണക്ട്, ആരാണ്? എവിടുന്ന് വിളിക്കുന്നു? ഓക്കെ, നമ്മുടെ ഇന്നത്തെ വിഷയം പ്രമേഹവും ആയുർവേദവുമാണ്. നമ്മളോടൊപ്പം ഡോക്ടർ അശ്വതിയാണുള്ളത്. സംസാരിക്കാം. ചോദിച്ചോളൂ. നമസ്കാരം, പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്കിപ്പോ ഒരു 3 month 4 month ആയി. ഞാൻ ജസ്റ്റ് ഈ പറഞ്ഞ ക്ഷീണങ്ങളുണ്ടായിരുന്നു, ക്ഷീണവും ഈ കൈകാര്യം പോച്ചിലും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് HbA1c നോക്കിയപ്പോൾ അത് 6.8 ഉണ്ടായിരുന്നു. കുറച്ച് കൂടുതലാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ മെഡിസിൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഡയറ്റ് ഒന്ന് ചെയ്യാൻ പറഞ്ഞു, എന്നിട്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ആയുർവേദത്തിന് മരുന്നുകളുണ്ടോ? അതെ, ആയുർവേദത്തില് ഫാസ്റ്റിംഗ് ഷുഗർ നോക്കിയായിരുന്നോ? ഫാസ്റ്റിംഗ് ഷുഗർ 130 ആണ്. 130, അതും കൂടുതലാണ്. അതൊരു 100-110 താഴെ നിൽക്കണം. ഫുഡ് കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു 150 160. 150-160. ഓക്കെ. ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഇപ്പൊ അച്ഛനോ അമ്മയ്ക്കോ? അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. ഓക്കെ. ഇപ്പം എത്ര വയസ്സായി? ഇപ്പോഴ് 45. ശരി. അപ്പോൾ നമ്മൾ ഫാമിലിയിൽ ഒരു മെമ്പറിന് പ്രമേഹം ഉണ്ടെങ്കിൽ ഒരു 30-40% പ്രമേഹം വരാൻ ചാൻസാണ്. 2 പേർക്കും ഉണ്ടെങ്കിൽ അതൊരു 50% പ്രമേഹം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ നേരത്തെ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു. ഇനിയിപ്പം ഇതില്ല, എന്തായാലും ഈ ക്ഷീണമൊക്കെ വന്നപ്പോൾ ചെക്ക് ചെയ്തു. പക്ഷേ ഇപ്പോൾ 6.8 എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ എന്തായാലും ഡയബറ്റിക് റേഞ്ചിലേക്ക് വന്നിട്ടുണ്ടത്. അപ്പോൾ പ്രീ ഡയബറ്റിക് അല്ല, ഡയബറ്റിക് സ്റ്റേജിലേക്ക് വന്നു. അപ്പോൾ പിന്നെ എന്തായാലും മെഡിസിൻസ് എടുക്കണം. ഒരുപാട് മെഡിസിൻസ് അല്ല, എന്നാലും സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് മെഡിസിൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട്, അതുപോലെ നമ്മൾ ഇപ്പം വീട്ടിൽ പ്രമേഹമൊക്കെ ഉള്ളത് കൊണ്ട് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റും ഒക്കെ ഒന്ന് പീരിയോഡിക്കലി ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ആഹാരത്തിൽ ശ്രദ്ധ വേണം. ആഹാരം ഞാൻ ഇനിയിപ്പോൾ അങ്ങോട്ട് പറയും എന്തൊക്കെ ആഹാരം കഴിക്കാം അതൊക്കെ. അപ്പോൾ അത് ശ്രദ്ധിച്ച് ആഹാരത്തിൽ ശ്രദ്ധിക്കുക. പിന്നെ വ്യായാമം ചെയ്യുക, എക്സസൈസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസൈസ് ചെയ്യുക, ആഹാരം ശ്രദ്ധിക്കുക, മരുന്ന് മെഡിസിൻ ഫുഡ് കഴിവതും കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചാ കഴിക്കുന്നത്. ഉച്ചയ്ക്ക് ഒരു 1.5 കപ്പ് ചോറ് കൂടുതൽ വൈറ്റമിൻസ് ആണ് കൂടുതൽ കഴിക്കുന്നത്. ഓക്കെ. കൺട്രോളാണ്. അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് കൺട്രോൾ ചെയ്യുന്ന സമയത്താണ് ഈ കാണിക്കുന്നത് ഈ സിംറ്റം വരുന്നതും. ഈ രീതിയിൽ ഞാൻ ഈ ഡയറ്റ് നോക്കി പോയപ്പോഴാണ് കാണിച്ചത്. നമ്മൾ ഡയറ്റ് നോക്കി എക്സസൈസും ഒക്കെ ചെയ്തിട്ടും ആ വാല്യൂ താഴുന്നില്ല എങ്കിൽ നമ്മൾ മെഡിസിൻസ് എടുക്കേണ്ടി വരും. ഇപ്പോൾ മെഡിസിൻസ് എടുക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്കത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം. ചിലർ പറയും മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്, സ്റ്റാർട്ട് ചെയ്താൽ പ്രശ്നമാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലാണ് പ്രശ്നം.
അത് വീണ്ടും ആ റേഞ്ച് കൂടി വന്നു കഴിഞ്ഞാൽ പല സിസ്റ്റത്തിനെ അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ, ആ ഒരു റേഞ്ചേ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് ഡോക്ടർ. അപ്പം എന്തൊക്കെയാണ് പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ എന്നുള്ളത് ഡോക്ടർ പറഞ്ഞു. ഇനി ഒരു സാധാരണ മനുഷ്യന്, ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ഡോക്ടറിനല്ല, ഒരു ലേമാനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങൾ വരുമ്പോഴാണ് അവരൊരു ടെസ്റ്റിലേക്ക് പോകേണ്ടത്? അപ്പം എന്തൊക്കെ ഇപ്പം HbA1c കാര്യം ചോദിച്ചു, അതുപോലെ ഫാസ്റ്റിങ്, അപ്പം ഇതിൻ്റെയൊക്കെ റേഞ്ചും അതിനെ വിശദാംശങ്ങളൊന്ന് പറയാമോ? നമ്മൾ സാധാരണ ആൾക്കാർക്ക് നമ്മൾ പ്രമേഹം അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ആർക്കും അതിനോടൊരു പേടി, പകുതി ആൾക്കാർക്കും അതിലൊരു പേടിയില്ല എന്നാണ്. കാരണം ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് പ്രമേഹം ഉള്ളവർ തന്നെ മധുരമൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അത് കാരണം ആൾക്ക് അങ്ങനെ ഒരു ടെൻഷനില്ല. ഇപ്പോൾ പ്രഷർ എന്നൊക്കെ പറയുമ്പം കുറച്ചുകൂടി ഒരു ടെൻഷനുണ്ട്. പക്ഷേ പ്രമേഹം എന്നൊക്കെ പറയുമ്പോൾ ഡയബറ്റീസ്, നമ്മൾ ആദ്യം നമ്മൾ അറിയുവാണ് നമുക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന്. ആ സമയത്തൊരു ടെൻഷനാണ്, അന്ന് ഉറങ്ങത്തില്ല, ഞാൻ ഡയബറ്റിക് ആ റേഞ്ചിലേക്ക് വന്നല്ലോ എന്നൊരിത് വരും. പക്ഷേ അതിനുശേഷം പിന്നെ വലിയ കൺട്രോളൊന്നുമില്ല. എനിക്ക് ഷുഗർ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, മെഡിസിൻ കഴിക്കും, അല്ലെങ്കിൽ ഞാൻ ഇൻസുലിൻ എടുക്കും, ഇങ്ങനെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. പക്ഷേ അത് ശരിയല്ല. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ ആ കോളർ പറഞ്ഞ പോലെ ഒരു ക്ഷീണം വന്നപ്പോഴാണ് ചെക്ക് ചെയ്തത്. ഞാൻ നേരത്തെ കുറേ ലക്ഷണങ്ങൾ പറഞ്ഞല്ലോ. ഇതിലെന്തെങ്കിലുമൊക്കെ തോന്നുവാണെങ്കിൽ ഷുഗർ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയബറ്റിസ് പിന്നെ ഒരു റീസൺ ഫാമിലി ഹിസ്റ്ററിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ അമ്മയ്ക്ക് മാത്രം അല്ലെങ്കിൽ അച്ഛന് മാത്രമാണ് ഡയബറ്റിസ് ഉള്ളെങ്കിൽ ഒരു 30-40% കുട്ടിക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടുപേരും ഡയബറ്റിക് ആണെങ്കിൽ 50% കൂടുതൽ ചാൻസ് ഉണ്ട് ഉണ്ടാവാൻ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഫാമിലിയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെയാണ് ഒരു 40-50 വയസ്സൊക്കെ ആകുമ്പോൾ ഷുഗർ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 18-19 വയസ്സൊക്കെ ആകുമ്പോഴേ നമ്മളൊന്ന് പീരിയോഡിക്കൽ എന്ന് വെച്ചാൽ ഒരു വൺസ് ഇൻ എ ഇയർ, വർഷത്തിലൊരിക്കലൊന്ന് ചെക്ക് ചെയ്യുക, അതാണ് നല്ലത്. അതിൽ തന്നെ എന്ത് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് സംശയം. ഫാസ്റ്റിംഗ് ഷുഗർ ചെക്ക് ചെയ്യാം, അതായത് ഒരു 8 മണിക്കൂർ ഫാസ്റ്റിംഗ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ രാത്രിയിൽ നേരത്തെ ഫുഡ് കഴിച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ പോയി ഫാസ്റ്റിംഗ് ഷുഗർ ചെക്ക് ചെയ്യണം. പിന്നെ ആഫ്റ്റർ ഫുഡ് നമുക്ക് ചെയ്യാം, ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. പക്ഷേ ഫാസ്റ്റിംഗ് ആണ് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഡോക്ടർ, ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം രാത്രി ഫുഡ് നേരത്തെ കഴിച്ച് കിടന്നാലും ഇടയ്ക്ക് എഴുന്നേറ്റ് വെള്ളം കുടിക്കുന്ന ശീലം പ്രശ്നം? വെള്ളം കുഴപ്പമില്ല, വേറൊന്നും കഴിക്കരുത്. ഇപ്പം ചായ കഴിച്ചിട്ട് വന്നു, അതൊന്നും ഫാസ്റ്റിംഗ് അല്ല. ഓക്കെ, അപ്പോൾ അത് പാടില്ല. ഇപ്പം വിത്തൗട്ട് ചായയാണ്, ഞാൻ ഷുഗർ ഫ്രീ ചായയാണ് കഴിച്ചത്, അല്ല പാലിലും ഉണ്ട് ഷുഗർ. അപ്പം നമുക്കത് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെക്ക് ചെയ്യേണ്ടത് HbA1c ആണ്. HbA1c എന്ന് പറയുന്നത് ഒരു ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഹീമോഗ്ലോബിനിലുള്ള ഷുഗറിൻ്റെ ഒരു അളവാണ്. അപ്പം അത് പിന്നെ നമ്മുടെ ഫുഡുമായിട്ട് ബന്ധമില്ല. 3 മാസത്തെ ഒരു വാല്യൂ ആണ് അതിൽ കിട്ടുന്നത്. ഇപ്പോൾ പല ഞങ്ങൾക്ക് ഡയബറ്റിക് ക്ലിനിക്കിലൊക്കെ വരുന്ന പേഷ്യൻസ് നമ്മളൊരു ഡേറ്റ് കൊടുക്കുമല്ലോ, റിവ്യൂ ഡേറ്റ്. അത് വളരെ ട്രിക്കി ആയിട്ട് അവർ അതിന് 2 ദിവസം മുമ്പ് കാർബ് കംപ്ലീറ്റ് കട്ട് ചെയ്യും, എന്നിട്ട് ബ്ലഡ് വന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ വരുമ്പോഴെന്ത് പറ്റും, ഷുഗർ ലെവൽ വളരെ കുറവായിരിക്കും. അപ്പം നമ്മൾ മെഡിസിൻ ഒന്നും വേറെ ആഡ് ചെയ്യില്ല. അത് കഴിഞ്ഞ് വെരി നെക്സ്റ്റ് ഡേ അവർ വീണ്ടും അവരുടെ നോർമൽ ഇതിൽ പോവും. പിന്നെ അത് നെർവിനെയൊക്കെ അഫക്റ്റ് ചെയ്ത് കാലിൽ തരിപ്പമൊക്കെ വരുമ്പോഴാണ് പിന്നെ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നോർമൽ ഇതിൽ പിന്നെ തന്നെ ഷുഗർ ചെക്ക് ചെയ്യുക. നമ്മുടെ സാധാരണ ഡയറ്റിൽ വേണം ഷുഗർ പോയി ചെക്ക് ചെയ്യാൻ. തലേ ദിവസം കാർബ് കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് അടുത്ത ദിവസം ചെക്ക് ചെയ്യുന്നതിൽ കാര്യമില്ല. അങ്ങനെയുള്ള സമയത്താണ് ഈ HbA1c യൂസ്ഫുൾ ആയിട്ടുള്ളത്. അത് 3 മാസത്തെ അളവാണ് കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ വാല്യൂ ആണ് വീണ ചോദിച്ചത്. ഒരു 100-110 താഴെ ഫാസ്റ്റിംഗ് നിൽക്കുന്നതാണ് എപ്പോഴും കറക്റ്റ്. ഒരു 6.4 കൂടുതൽ HbA1c വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയബറ്റീസിലേക്ക് പോകുന്നതാണ്. പിന്നെ അതുപോലെ ഫാസ്റ്റിംഗ് ഷുഗറിൽ 110 തൊട്ട് 125 വരെ പ്രീ ഡയബറ്റീസ് ആണ്, അതിനുശേഷം ഫ്രാങ്ക് ഡയബറ്റീസ് ആണ്. അങ്ങനെയാണ് നമ്മൾ ഇതിൽ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഡോക്ടർ, ആഫ്റ്റർ ഫുഡ് നമുക്ക് എത്ര വരെ പോകാം? ഒരു 140-150 റേഞ്ചിലൊക്കെ നിൽക്കാം. ഓക്കെ, അത്രേ പാടുള്ളൂ. അതാണ് കറക്റ്റ്. ഡോക്ടർ, ഈ ആയുർവേദം എന്ന് പറയുന്നത് ഞാൻ ഇപ്പം പല ഡോക്ടേഴ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പറഞ്ഞത് ഒരു ലൈഫ് സ്റ്റൈലും കൂടാണ് ആയുർവേദം എന്ന് പറയുന്നത്. ഭക്ഷണം ഒരു മെഡിസിൻ ആയിട്ടാണ് നമ്മൾ കരുതുന്നത് എന്നുള്ളതാണ്. പക്ഷെ നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഭക്ഷണമാണ്.
അത് പ്രത്യേകിച്ച് ഈ ന്യൂ ജനറേഷനെ സംബന്ധിച്ച് ഇപ്പം പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് എന്താണോ കഴിക്കാൻ പാടില്ലാത്തത് അത് തന്നെയാണ് കഴിക്കാറുള്ളത്. ഇപ്പോൾ ബർഗേഴ്സോ അല്ലെങ്കിൽ പിzzയും അതുപോലത്തെ സാധനങ്ങൾ. അപ്പോൾ ഈ ഡയബറ്റീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫുഡ് വളരെ പ്രധാനമാണ്. വളരെ പ്രധാനം. അപ്പോൾ ആ ഫുഡിൻ്റെ ടൈമിങ്, കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഡയബറ്റീസിൽ ഉള്ള പ്രമേഹത്തിലെ ആയുർവേദ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ 3 സാധനമാണ്. അതായത് ആഹാരം, വ്യായാമം, ഔഷധം. അതിൽ ആദ്യം പറയുന്നത് ആഹാരമാണ്. വീണ പറഞ്ഞ പോലെ നമ്മൾ ആഹാരം മരുന്ന് പോലെ കഴിച്ചില്ലെങ്കിൽ പിന്നെ മരുന്ന് ആഹാരം പോലെ കഴിക്കേണ്ടി വരും. അങ്ങനെയാണ്, ഒരുപാട് മരുന്ന് കഴിക്കേണ്ടി വരും. ഇപ്പോൾ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ എന്താ, അതിൻ്റെ ഡോസ് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവരവർ തന്നെ വിചാരിക്കണം നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യണം, നമ്മൾ ഈ ഒരു റേഞ്ചിൽ പിടിച്ച് നിർത്തണം. ചിലപ്പോൾ പറ്റില്ല, നമ്മുടെ പാൻക്രിയാസ് ഒക്കെ ആണല്ലോ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഇപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞുണ്ട്, അത് പാൻക്രിയാസിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാവുന്നതാണ്. അതിലൊക്കെ നമ്മൾ ഇൻസുലിൻ സപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ ബാക്കി ജീവിതചര്യ കൊണ്ടുണ്ടാകുന്ന പ്രമേഹത്തിൽ കുറേ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അത് പലപ്പോഴും ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് ആ ഒരു ഇൻസുലിൻ റേഞ്ചിലേക്കൊക്കെ പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആഹാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആഹാരത്തിൽ കാർബ് കുറച്ചുള്ള ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എന്ത് കഴിക്കും എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. നമ്മൾ പ്രമേഹത്തിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതായത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്കുണ്ട്. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം നമ്മൾ പ്രമേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതായത് പ്രമേഹത്തിൽ എന്തൊക്കെ കഴിക്കണം എന്ന് നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് നമ്മളൊരു ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെയോ, ഇപ്പോൾ ഞങ്ങളുടെ കോളേജിൽ, ആയുർവേദ കോളേജിൽ നമ്മൾ ഡയബറ്റിക് ഒപ്പിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിട്ട് നമ്മളൊരു ഡയറ്റിൻ്റെ ഒരു ചാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് ഇപ്പോൾ ഒരുപാട് പേര് മില്ലറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മില്ലറ്റ്സ് ഒക്കെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറഞ്ഞ ഒരു ധാന്യമാണ്. മില്ലറ്റ്സിൽ തന്നെ റാഗി, ഫിംഗർ മില്ലറ്റ് എന്ന് പറയും, ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കുറഞ്ഞതാണ്. സോ നമ്മൾ റാഗി എപ്പോഴും സപ്പോർട്ട് ചെയ്താണ് പറയുന്നത്. അത് ക്ഷീണം കുറയാനും അയൺ കണ്ടൻ്റ് ഒക്കെ ഒത്തിരി ഉള്ളതാണ്. അപ്പോൾ റാഗി നമുക്ക് കഴിക്കാം. പിന്നെ കഴിക്കാവുന്ന വീറ്റ്, അതിൽ പലർക്കും ഒരു സംശയം തോന്നും, റൈസും വീറ്റും ഇതിലേതാ നല്ലതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഗ്ലൈസെമിക് ഇൻഡെക്സിൽ വലിയ വ്യത്യാസമില്ല റൈസും വീറ്റും തമ്മിൽ. പക്ഷേ വീറ്റിന് ഒരു ഗുണം എന്ന് വെച്ചാൽ വളരെ പതുക്കെയാണ് അതിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് ഒരു ടൈം കിട്ടും, ഷുഗർ ഒന്ന് മാനേജ് ചെയ്ത് പോകാനുള്ള ടൈം കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ വീറ്റ് കഴിച്ചോളാൻ പറയുന്നത്. പിന്നെ ആയുർവേദത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗോതമ്പെന്ന് പറയുന്നത് ക്ഷീണം മാറാനും ഒക്കെ വളരെ നല്ല ഒരു ധാന്യമാണ് ഗോതമ്പ്. അതുകൊണ്ടാണ് നമ്മളത് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ കഴിക്കാൻ പറ്റുന്നത് റവ വലിയ കുഴപ്പമില്ല, ഉപ്പുമാവൊക്കെ നമുക്ക് അത് കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഓട്സ് കഴിക്കാം. ഓട്സിൽ തന്നെ പലരും ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് മേടിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഓട്സ് എന്ന് വെച്ചാൽ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ മടിയാണല്ലോ നമ്മുടെ മെയിൻ പ്രശ്നം. അപ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്ത് അതിൽ നല്ലത് റോൾഡ് ഓട്സ് എന്ന് പറഞ്ഞുണ്ട്. റോൾഡ് ഓട്സ് കുറച്ച് കുക്കിംഗ് ടൈം കൂടുതലാണ്, പക്ഷെ അതാണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറച്ചുകൂടെ ഇതും നമുക്ക് ഹെൽത്തിനും നല്ലത് റോൾഡ് ഓട്സ് ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പോവുക. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഇടയ്ക്ക് ക്ഷീണം വരുവാണെങ്കിൽ ഒരു ഫ്രൂട്ട് കട്ടോ ഒന്നും കഴിക്കണതിന് കുഴപ്പമില്ല. ഈ പലരും ആഹാരം ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം ആഹാരം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അവോയ്ഡ് ചെയ്യുക എന്ന്. അതല്ല, ആഹാരം കൺട്രോൾ ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. അത് കൺട്രോൾ ചെയ്യേണ്ട എങ്ങനെയാണ്? അതായത് നമ്മുടെ ജോലി, നമ്മുടെ ഇപ്പോൾ ഒരു നല്ല പോലെ വർക്ക് ചെയ്യുന്ന ഒരു മെയ്സണാണ്. അപ്പോൾ അവർക്ക് ഒരു സാധാരണ ഒരു ക്ലറിക്കൽ പോസ്റ്റിലിരിക്കുന്ന ആളോ അവരുടെയൊക്കെ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്. ആ ലൈഫ് സ്റ്റൈലിലുള്ള ഡയറ്റ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്താൽ പറ്റില്ല, ഒരു പെട്ടെന്ന് അങ്ങ് ടയേർഡായി പോകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് പിന്നെ ആയുർവേദത്തിൽ നമ്മുടെ അറിയാലോ, വാദം, പിത്തം, കഫം, അങ്ങനെ ദോഷം വെച്ചിട്ടാണ്, അതിൻ്റെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഡയറ്റ് ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആഹാരം നിഷേധിക്കുമല്ല, ആഹാരം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ, ഞാൻ ഒന്ന് ഇന്റർഫിയർ ചെയ്യണം, നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്, അതിന് ശേഷം ഇതിലേക്ക് തന്നെ നമുക്ക് വരാം. ഹലോ കേരള കണക്ട്, ആരാണ്? ഞാൻ ബിജു ചങ്ങനാശ്ശേരിയാണ് വിളിക്കുന്നത്. ഓക്കെ, പ്രമേഹവും ആയുർവേദം, അവിടുത്തെ ടെലിവിഷന്റെ വോളിയം ഒന്ന് കുറച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാമോ ഡോക്ടറോട്? ചോദ്യം ചോദിച്ചോളൂ. ഹലോ, ഇപ്പൊ കേൾക്കാവോ? ചോദിച്ചോളൂ ഡോക്ടറോട്.
ഞാൻ 3 വർഷമായിട്ട് പ്രഷറിന് മെഡിസിൻ കഴിക്കുന്ന ആളാണ്. പറഞ്ഞോളൂ. അപ്പൊ ഈ ഷുഗറിന് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ അത് നമുക്ക് ആയുർവേദം കഴിക്കാൻ പറ്റുമോ? പ്രഷറിന് മരുന്ന് കഴിക്കുന്നത് ഇംഗ്ലീഷ് മരുന്നാണ് കഴിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുമോ? ഷുഗറിന് ആയുർവേദ മരുന്നും പ്രഷറിന് ഇംഗ്ലീഷ് മരുന്നും, ഇത് രണ്ടും അലോപ്പതിയും ആയുർവേദം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു കുഴപ്പമില്ല, രണ്ട് മിക്സ് ചെയ്ത് കഴിക്കാം. പക്ഷേ ഒരു ഗ്യാപ്പ് കൊടുക്കണം. അലോപ്പതി മെഡിസിൻ കഴിഞ്ഞിട്ട് 1 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം. അത് മുന്നിലോട്ടായാലും അത് കഴിഞ്ഞിട്ടായാലും ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ആയുർവേദ മെഡിസിൻ കഴിക്കാൻ. ഇപ്പം നമ്മൾ പറഞ്ഞോളൂ. 1 മണിക്കൂറെങ്കിലും വേണം. മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും വേണം. 1 മണിക്കൂറൊക്കെ കൊടുത്താൽ നല്ലത്. ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ആയുർവേദ മെഡിസിൻസ് കഴിക്കാം. ആയുർവേദത്തിൻ്റെ ഏത് മെഡിസിൻസും കഴിക്കാം. ഇപ്പം ഹൈപ്പർ ടെൻഷന്, ഇപ്പം പ്രഷറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ മെഡിസിൻ ഒന്നും നമ്മൾ നിർത്തത്തില്ല. പ്രമേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വരുമ്പോൾ അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് ആയുർവേദത്തിൽ ഈ പ്രമേഹത്തിൻ്റെ മെഡിസിൻസും കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ജോലി എങ്ങനെയാണോ അല്ലെങ്കിൽ ബോഡി എത്രത്തോളം വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കേണ്ടത്. അയാളുടെ അധ്വാനത്തിൻ്റെ ഒരു ഡിഗ്രി, അതായത് എത്രത്തോളം ആൾ അധ്വാനിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്, ആളുടെ ബലം എങ്ങനെയാണ്, ആൾക്ക് ഡയബറ്റിക് ഡിറ്റക്ട് ചെയ്തിട്ട് എത്ര നാളായി, ഏത് റേഞ്ചിലാണ് ഡയബറ്റിസ് നിൽക്കുന്നത്, ഇതനുസരിച്ചിട്ട് നമ്മൾ ഒരു ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അപ്പോഴാണ് ഡയറ്റീഷ്യനോ ഡോക്ടറോ ഒക്കെ ഇൻ്റർഫിയർ ചെയ്ത് ചെയ്യേണ്ടതാണ്. അതിൽ സ്വയം ചെയ്യുന്നതിനേക്കാളും അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം നമുക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സും കൂടെ ചേർത്ത് ആവശ്യത്തിന് കാലറീസ് ഒക്കെ കിട്ടുന്ന രീതിയിൽ ഒരു ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഡോക്ടർ, ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പലർക്കും ഒരു ഏർലി 30s തന്നെ ഡയബറ്റീസും അല്ലെങ്കിൽ പ്രഷറും ഒക്കെ കാണുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കണം, ഇവരിൽ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അപ്പോൾ എങ്ങനെയായിരിക്കണം ഒരു ഐഡിയൽ ഡയറ്റ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എങ്ങനെയായിരിക്കും ഡോക്ടർ അത് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നത്? എങ്ങനെയായിരിക്കും? ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ കുറച്ച് ഫുഡ് വെച്ചിട്ട് പല സമയത്തായിട്ട് കഴിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ നല്ലതാണ്. പക്ഷേ വർക്ക് ചെയ്യുന്നവർക്ക് അത് പറ്റില്ല, പ്രാക്ടിക്കലല്ല. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു സാധാരണ പോലെ തന്നെ ഞാനിപ്പോൾ രാവിലെ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ്, ഇടയ്ക്ക് ചിലപ്പോൾ ഇപ്പോൾ ഇൻസുലിനൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ ഇടയ്ക്ക് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഒരു ക്ഷീണമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്നവർക്ക് ഒരു ഫ്രൂട്ട് കട്ടോ ഒക്കെ, മധുരം കഴിക്കരുത്, ബേക്കറി സാധനം ഒന്നും കൊണ്ടുപോകരുത്, ഫ്രൂട്ടാണ് നല്ലത്. പിന്നെ പലർക്ക് സംശയമാണ് ഫ്രൂട്ട് കഴിക്കുന്നത്, ഏത് ഫ്രൂട്ടാണ് കഴിക്കേണ്ടത് എന്നുള്ളൊരു, അതാണ് ഒരു ഇത്. അത് ഗ്ലൈസെമിക് ഇൻഡെക്സ് വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ഗ്ലൈസെമിക് ഇൻഡെക്സിലൊക്കെ വരുന്നത് ആപ്പിൾ, ഓറഞ്ച് ഒക്കെയാണ്. അത് കഴിക്കാം. എന്ന് വെച്ചാൽ ആപ്പിൾ അങ്ങ് കണ്ടിന്യൂസ് കഴിക്കണം എന്നല്ല പറയണത്. ഒരു ആപ്പിൾ കഴിക്കാം, പിന്നെ ഓറഞ്ച് കഴിക്കാം, പിന്നെ വാട്ടർമെലൺ, തണ്ണിമത്തൻ. പലർക്കും സംശയമുള്ളതാണ്, ഗ്ലൈസെമിക് ഇൻഡെക്സിൽ വാട്ടർമെലൻ്റെ വാല്യൂ വളരെ കൂടുതലാണ്, ഒരു 80 ഒക്കെയാണ് നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബൗളിൽ വാട്ടർമെലൺ കട്ട് ചെയ്ത് ക്യൂബായിട്ട് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏകദേശം വളരെ കുറച്ച് കാർബോഹൈഡ്രേറ്റേ വരുന്നുള്ളൂ, ബാക്കി വെള്ളമാണ്. അതുകൊണ്ട് വാട്ടർമെലൺ കഴിക്കണതിന് കുഴപ്പമില്ല. പിന്നെ മാതളം കഴിക്കാം. പിന്നെ ഈ ഞാവൽ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട്, അത് വളരെ നല്ലതാണ്, അത് കഴിക്കാം. അതൊക്കെ നമ്മുടെ ഡയബറ്റിക് മെഡിസിനായിട്ട് പറയുന്നതാണ്. പോമഗ്രാനൈറ്റ് കഴിക്കാം, മാതളം അത് കഴിക്കാം. പിന്നെ നെല്ലിക്ക വളരെ നല്ലതാണ്. പ്രമേഹത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ആയുർവേദത്തിൽ ഒരു എന്താ പറയുക, രസായനം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് ആയുർവേദത്തിൽ. അതായത് നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് പോകാതെ പിടിച്ചു നിർത്തുന്ന ഒരു ഇതാണ്, കോൺസെപ്റ്റാണ് രസായന ഡ്രഗ്സ് എന്ന് പറയുന്നത്. ആ രസായന പ്രോപ്പർട്ടി വളരെയധികം കൂടിയ ഒരു ഇതാണ് നെല്ലിക്ക. ദിവസം ഒരു 2 നെല്ലിക്ക മതി. എല്ലാവരും കഴിക്കാം, എല്ലാവർക്കും കഴിക്കാം. നെല്ലിക്കയിൽ ഇച്ചിരി മഞ്ഞളൂടെ ചേർത്ത് കഴിച്ചാൽ വെരി ഇഫക്റ്റീവ്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, കേരള കണക്ട്, ആരാണ്? ഞാൻ ഏറ്റുമാനൂരിൽ നിന്നാണ്. ഓക്കെ ഡോക്ടർ അശ്വതിയുണ്ട്, സംസാരിച്ചോളൂ. ഓക്കെ, പറഞ്ഞോളൂ ഡോക്ടറെ. ഞാൻ വിളിച്ചത് ഈ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ചില ആരോഗ്യ മാസികകളിലും ഒക്കെ കണ്ടിരിക്കുന്നത് ഈ പ്രമേഹ രോഗികൾ ഈ പേരയില തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും അതുപോലെ വെറും വയറ്റിൽ പാവയ്ക്ക നീര് കുടിക്കുന്നതും ഒക്കെ ഈ ഷുഗറിന്റെ അളവ് കുറയ്ക്കാൻ ഉത്തമമാണെന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഒന്ന്.
രണ്ട്, ഇപ്പോഴത്തെ പുതിയ നമ്മുടെ ആഹാര രീതി വെച്ച് ഈ പഴയ കാലത്ത് ഈ ആഹാരത്തിന് മുമ്പ് ഇത്ര 110 അങ്ങനെ ഉണ്ടായിരുന്നു, ആഹാരത്തിന് ശേഷം 150 അങ്ങനെ എന്തോ ഒരളവുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ ആഹാര രീതിയൊക്കെ വെച്ച് ചില ഡോക്ടർമാർ പറയുന്നു അതിനകത്ത് മാറ്റം വന്നിട്ടുണ്ട്. കാരണം ആഹാരത്തിന് ശേഷം 200 താഴെ വന്നാൽ മതി എന്നൊക്കെ പറയുന്നു. അപ്പൊ ശരിക്കും ഇതിന്റെ അളവ് എത്രയാണ്? പിന്നെ മുമ്പേ ചോദിച്ചതുപോലെ ഈ പേരയിലെ തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും പിന്നെ പാവയ്ക്കന്നേര് വെറുതെ കുടിക്കുന്നതും ഒക്കെ ഇതിന് നല്ലതാണോ? അത് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രക്രിയയാണോ? നല്ലൊരു ചോദ്യമാണ്. അത് ആയുർവേദത്തിൽ അങ്ങനെ പറയുന്നില്ല. ശരിക്കും ആയുർവേദത്തിൽ ഇങ്ങനെ വെണ്ടയ്ക്കയുടെ ഇത് നീര് കഴിക്കണം അങ്ങനെയൊന്നും. വെണ്ടയ്ക്കയാണോ പാവയ്ക്കാണോ ചോദിച്ചത്? പാവയ്ക്ക. ഇതിങ്ങനെ അങ്ങനെ പാവയ്ക്ക നല്ലതാണ്. പക്ഷെ വേറൊരു ഇതുണ്ട്, പേരയിലയുടെ ഇത് ചോദിച്ചിട്ടുണ്ട്. അത് പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് പറയുന്നില്ല, പക്ഷെ ആസ് സച്ച് പേരയ്ക്ക നല്ലതാണ്. അപ്പോൾ പേരയില ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചിട്ട് എനിക്ക് അനുഭവത്തിൽ നിന്നുള്ള, ഞാൻ ഇപ്പം 2012 തൊട്ട് ആയുർവേദ കോളേജിൽ ഡയബറ്റിക് ഒ പി ഉള്ളതാണ്. അവിടെ വരുന്ന പേഷ്യൻസ് പറയാറുണ്ട്, നമുക്ക് അനുഭവത്തിൽ നിന്നാണല്ലോ പല കാര്യങ്ങളും നമ്മൾ അറിയുന്നത്. അപ്പോൾ പേരയില, അതായത് തളിരായിട്ടുള്ള പേരയില ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ അവർക്ക് വളരെ കൺട്രോൾഡായിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റഡീസ് ഒന്നും അവൈലബിൾ അല്ല. പക്ഷേ പേരയ്ക്ക ഫ്രൂട്ടായിട്ട് അധികം പഴുക്കാത്ത പേരയ്ക്ക വളരെ നല്ലതാണ്. ആ ഒരു ഇഫക്റ്റ് തന്നെയുണ്ട് പേരയിലയ്ക്കും. പിന്നെ പാവയ്ക്ക നല്ലതാണ്. കയ്പുള്ള പാവയ്ക്ക നീര് അത് കുടിക്കുന്നത് പിന്നെ കൊളസ്ട്രോളിനും ഷുഗറിനും ഒക്കെ നല്ലതാണ്. പിന്നെ വേറൊന്നുകൂടെ ഉണ്ട്, അതുപോലെ തന്നെ പറയുന്നതാണ് വെണ്ടയ്ക്കയുടെ ആ ജ്യൂസ്, സ്ലൈമി ആയിട്ടുള്ള ആ ഒരു മ്യൂക്കസ് ഉണ്ടല്ലോ, ആ ഒരു സാധനം പോലത്തത് വെള്ളത്തിലിങ്ങനെ ഓവർനൈറ്റ് വെച്ചിട്ട് രാത്രി മുഴുവൻ വെച്ചിട്ട് അത് കുടിക്കാമെന്നും അതും അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു നമുക്കൊരു ആയുർവേദത്തിൽ പറയുന്നോ എന്ന് ചോദിച്ചാൽ അതിനൊരു റെഫറൻസ് ഒന്നും പറയാൻ എനിക്കില്ല. പക്ഷെ അത് അനുഭവത്തിൽ നിന്ന് കുറയുന്നതായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ പറഞ്ഞോളൂ. ഈ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ കപ്പ കഴിക്കരുത്, കപ്പ ഇതിന് വിരുദ്ധമാണ്. പക്ഷെ ചക്ക കഴിക്കാം, പ്രത്യേകിച്ച് ചക്കപ്പഴം കഴിക്കാമെന്ന് പറയുന്നു. അത് ശരിയാണോ? ചക്കപ്പഴം കഴിക്കാൻ പാടില്ല. ചക്കപ്പഴം പെട്ടെന്ന് ഷുഗർ കൂട്ടും. പച്ച ചക്കയാണ് കഴിക്കാൻ പറയുന്നത്. അതിന് തന്നെ ഒരു കോൺട്രവേഴ്സി ഉണ്ട്. പക്ഷെ എന്നാലും ചക്കയ്ക്ക് ഷുഗറിന് കൂട്ടാനുള്ള ഒരു പച്ച ചക്കയ്ക്ക് പെട്ടെന്ന് ഷുഗറിൻ്റെ അളവ് കൂട്ടില്ല. അതുകൊണ്ട് അത് കുറച്ച് ഇതായിട്ട് പറയുന്നുണ്ട്. പച്ചച്ചക്ക കഴിക്കാൻ, ചക്കപ്പഴം കഴിക്കരുത്. ചക്കപ്പഴം, മാമ്പഴം. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കോളേജിൽ വരുന്ന പലർക്കും ഷുഗർ ലെവൽ കൂടുതലാണ്. ആദ്യമേ പറയും, ഡോക്ടർ ഞാൻ മാമ്പഴം കഴിച്ചിട്ടാണ് എൻ്റെ ഷുഗർ ലെവൽ കൂടിയത് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാമ്പഴം, ചക്കപ്പഴം അത് കഴിക്കരുത്, അത് ഷുഗർ കൂട്ടും. പച്ചച്ചക്ക എപ്പോഴും കഴിക്കരുത്, ഇടയ്ക്കിടയ്ക്ക് കഴിക്കണതിന് കുഴപ്പമില്ല. പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, അളവിൻ്റെ ചോദിച്ചിരുന്നു. പിന്നെ അതായത് എപ്പോഴും ഒരു 110 ഫാസ്റ്റിംഗ് നിൽക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിനനുസരിച്ചിട്ട് മാറാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ പ്രത്യേകിച്ചും നമ്മുടെ ഫാമിലിയിൽ ഒരു പ്രമേഹ രോഗി ഉണ്ടെങ്കിൽ, ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ പ്രമേഹമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു റേഞ്ചിൽ തന്നെ കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒരു 150-160 ഒരു ഫാസ്റ്റിംഗ് ആഫ്റ്റർ ഫുഡും, പിന്നെ ഫാസ്റ്റിംഗ് 110-100 താഴെയൊക്കെ നിർത്തിയാൽ നല്ലത്. പിന്നെ ഇപ്പോൾ ഒരു 120 ആയിപ്പോയാലും നമ്മൾ അത്ര അങ്ങോട്ട് പേഷ്യൻറ്റിനെ പേടിപ്പിക്കാറില്ല. ഓക്കെ താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ ഒരു കോളർ കൂടി വെയിറ്റ് ചെയ്യാണ്. ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാണ്? പിന്നെ ഒരു വർഷം ഈ കാല് വീണ് പൊട്ടിയിട്ട് അത് മരുന്നെല്ലാം കഴിച്ചിട്ട് കുറയുന്നില്ല. അതിന് എന്താണ് ചെയ്യേണ്ടത്? നീര് മാറാതെ നിൽക്കുന്നു. ആയുർവേദ മരുന്ന് കഴിക്കുകയാണ്. കാല് പ്രമേഹ രോഗിയാണോ? പ്രമേഹം അങ്ങനെ ഒരു ഇതില്ല, നീര് മാറാതെ നിൽക്കുന്നു. ഡൈവേഴ്സിറ്റിന്റെ ഗുളിയൊന്നും കഴിക്കുന്നില്ല, പിന്നെ ബിപിയുടെ ഗുളിയൊന്നും കഴിക്കണമെന്നില്ല, എന്നാലും നീര് മാറുന്നില്ല. എന്താണെന്ന് അറിഞ്ഞു. എത്ര നാളായി വീണിട്ട്? ഒരു വർഷമായി. അത് പൊട്ടലുണ്ടായിരുന്നു. അത് ക്ലാസ് അവിടെ ആയുർവേദത്തിൽ തന്നെ അവരെല്ലാം ചെയ്തായിരുന്നു. എന്നിട്ടും കാല് ഊന്നി നടക്കുമ്പോൾ നല്ല വേദനയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സ്റേ എടുത്ത് നോക്കിയായിരുന്നോ?
അത് എത്ര എടുത്ത് നോക്കിയപ്പോ അവര് പൊട്ടലുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഒന്നും ചെയ്തില്ല. എന്നാൽ ഞാൻ കൊണ്ട് കാണിച്ചപ്പോ ഒരു മരുന്നൊക്കെ എഴുതിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നീര് മാറണില്ല, മുട്ട രണ്ടും നല്ല. പൊട്ടലുണ്ടായിരുന്നതിൻ്റെ ആണ് ആ നീര് നിൽക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് പുറമേ ലേപം ചെയ്യാനുള്ളതും ഒക്കെ മരുന്നുണ്ട്. അപ്പോൾ അത് തുടർച്ചയായിട്ട് ചെയ്യും. ഏകദേശം 1 വർഷമായി ഇത് തുടങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു കാലിൽ അത് ആ പൊട്ടലുണ്ടായിരുന്ന സമയത്ത് നടക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. അതാണ് കുറയാതിരിക്കുന്നത്. ഇത് മുട്ട് രണ്ട് നല്ല വേദനയും ഇതുണ്ട്. വീണേൻ്റെതാണോ തേമാനാണോ എന്ന് അറിഞ്ഞൂടാ, അതെങ്ങനെയാണെന്നുള്ളത്. തിരുവനന്തപുരം ആണോ സ്ഥലം? തിരുവനന്തപുരം ആയുർവേദ കാണിക്കണം. തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ വന്നിട്ട് മുട്ടുവേദനയ്ക്ക് മരുന്നുണ്ട് അവിടെ കേട്ടോ. അത് നമ്മൾ നോക്കിയിട്ട് എക്സ്റേ എടുത്ത് നോക്കിയതിന് ശേഷം ചെയ്യും. അവിടോട്ട് വന്നോളൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് ഡോക്ടർ. നമുക്കൊരു ബ്രേക്ക് എടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. കേരള കണക്റ്റിൽ പ്രമേഹവും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ അശ്വതിയാണ് അപ്പോൾ ഉള്ളത്. പെട്ടെന്നൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചെത്തും. വെൽക്കം ബാക്ക് ടു കേരള കണക്ട് വൺസ് അഗൈൻ. കേരള കണക്റ്റിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രമേഹവും ആയുർവേദവും എന്ന വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ആധികാരികമായി പറഞ്ഞു തരുന്നത് ഡോക്ടർ അശ്വതിയാണ്. തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ കോളേജിലെ RMOയും അസോസിയേറ്റ് പ്രൊഫസറുമാണ്. അപ്പം ഫോണിനായിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഡോക്ടറോട് ചോദിക്കാവുന്നതാണ്. കൂടുതൽ ചോദ്യങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. ഡോക്ടർ, ഈ ഫുഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ടും ഈ മാമ്പഴത്തിനെ കുറിച്ചും ചക്കയെക്കുറിച്ചും ഒക്കെ കോളേഴ്സ് ചോദിച്ചുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങളിലേക്ക് കൂടി വരികയാണ്. ഇപ്പം ഈ സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ് വളരെ നല്ലതാണ് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണോ? ഉറങ്ങുന്നതിന് മുമ്പുള്ള ഒരു ഡിന്നറായിട്ട് ഈ സ്വീറ്റ് പൊട്ടറ്റോ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം. അത് എത്രത്തോളം ഹെൽത്തിയാണ് എന്നുള്ളതാണ്. അത് പലർക്കും കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ്. പൊട്ടറ്റോ നമുക്ക് കഴിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കുറയ്ക്കേണ്ട ഒരു ഇതാണ്. ഡയബറ്റിക് പേഷ്യൻസ് ഉരുളക്കിഴങ്ങ് കുറയ്ക്കുക, കാരണം അതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ, അതായത് മധുരക്കിഴങ്ങിന് ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ്. അതിൻ്റെ അർത്ഥം എന്നും അത് കഴിച്ചാൽ നല്ലതാണെന്നല്ല. പക്ഷേ ഇപ്പോൾ ചോയ്സ് പൊട്ടറ്റോ ആണോ സ്വീറ്റ് പൊട്ടറ്റോ ആണോ എന്ന് ചോദിച്ചാൽ സ്വീറ്റ് പൊട്ടറ്റോ നമുക്ക് കഴിക്കാം, കുഴപ്പമില്ല. അത് ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറച്ചുകൂടെ കുറഞ്ഞതാണ്. പക്ഷെ പേര് കാണുമ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ അത് കൂടിയതാണെന്ന് തോന്നും, പക്ഷെ അങ്ങനെ അല്ല. ഡോക്ടർ, അതുപോലെ ഈ മലയാളികൾക്ക് നമുക്ക് പൊതുവേ ഉള്ളൊരു ശീലമാണ് ഊണൊക്കെ കഴിഞ്ഞാലും ഒരു സ്വീറ്റ് കഴിക്കുക. ചിലപ്പോൾ അതൊരു ചോക്ലേറ്റ് ആവാം, അല്ലെങ്കിൽ അത് ഐസ്ക്രീം ആവാം, പായസമാവാം, ഒന്നും അല്ലെങ്കിൽ ഒരു പഴമെങ്കിലും കഴിക്കുന്ന ഒരു ശീലമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ ശീലം അതൊരു നല്ല ശീലമാണോ ആയുർവേദ പ്രകാരം എന്നുള്ളതാണ്. പ്രമേഹത്തിൻ്റെ ഒരു ഇത് വെച്ച്, അതായത് പ്രമേഹമുള്ള ഒരാൾ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രമേഹമുള്ള ഒരു ഫാമിലിയിലുള്ള ഒരാളൊക്കെ അങ്ങനെ കഴിക്കുന്നത് ശരിക്കും നല്ലതല്ല. ഒരു സ്വീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചോക്ലേറ്റ് കഴിക്കുന്നത് ഇപ്പം വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ കഴിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഒരു സ്വീറ്റ് ഇത് ഫുഡ് കഴിച്ചിട്ട് ഒരു സ്വീറ്റ് കഴിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ പ്രമേഹം നമുക്ക് ഇപ്പോൾ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആണ്, അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, അങ്ങനെയുള്ളവർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിനിപ്പോൾ ഒരു ഫ്രൂട്ട് കഴിച്ചോട്ടെ. ഇനി പലർക്കും ടോയ്ലറ്റിൽ പോകുന്നില്ല എന്ന് വെച്ചിട്ട് പഴം കഴിക്കാറുണ്ട്. പഴം എന്ന് വെച്ചാൽ പലതരത്തിലുള്ള പഴമുണ്ട്. ഈ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറഞ്ഞതും കൂടിയതും ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന ഈ പാളയംകുടം പഴം എന്ന് പറഞ്ഞൊരിതുണ്ട്. അത് വലിയ പ്രശ്നമില്ലാത്തതാണ്. അത് കഴിക്കുന്നുണ്ട്. നമ്മളത് അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല. പക്ഷെ ഒന്നേ കഴിക്കാവുള്ളൂ, മനസ്സിലാവും. ഒരു ദിവസം ഒരു പഴം കഴിച്ചാൽ മതി. അതാണ്. ആപ്പിൾ ആണെങ്കിലും 1 കഴിക്കുക. പല പല ഫ്രൂട്ട് നമുക്ക് സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട് കഴിക്കാം. ഇപ്പോൾ എല്ലാ സമയത്തും നമുക്ക് ആപ്പിൾ കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഏതാണോ സീസണൽ ആയിട്ടുള്ളത് അത് കഴിക്കാം. ഇപ്പൊ പക്ഷേ സീസണൽ ആയിട്ടുള്ളത് മാമ്പഴമൊക്കെയാണ്, പക്ഷെ അത് പെട്ടെന്ന് ഷുഗർ കൂട്ടുന്നതാണ്. ഡോക്ടർ, ഈ റോബസ്റ്റ പഴം, റോബസ്റ്റയും വലിയ കുഴപ്പമില്ലാത്ത പഴമാണ്. റോബസ്റ്റയും പാളയംകുടം പഴവും കുഴപ്പമില്ല. പക്ഷേ ഈ ഏത്തപ്പഴമാണെങ്കിൽ അതിനൊരു ഇതുണ്ട്. അധികം പഴുക്കാത്ത ഏത്തപ്പഴം വേണം കഴിക്കാൻ. ഒരുപാട് പഴുത്ത് തൊലിയെല്ലാം ഒരു കറുത്ത കളറൊക്കെ വരില്ലേ, ആ ഏത്തപ്പഴം കഴിച്ചാൽ ഷുഗർ പെട്ടെന്ന് കൂടും. പിന്നെ ഒരു സംശയം എപ്പോഴും ചോദിക്കുന്നതാണ്, പുഴുങ്ങിയ ഏത്തപ്പഴം
കഴിച്ചാൽ പ്രശ്നമുണ്ടോ എന്ന് പറയും. എപ്പോഴും പ്രോസസ്ഡ് ആയിട്ടൊരു ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ ഗ്ലൈസിമിക് വാല്യൂ അങ്ങ് കൂടുകയാണ് ചെയ്യുന്നത്. അറിയാമല്ലോ, നമ്മളൊരു പഴം, നല്ല പഴുത്ത പഴം പുഴുങ്ങി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു മധുരം ഫീൽ ചെയ്യും. അത് പെട്ടെന്ന് ഷുഗർ അങ്ങ് അബ്സോർബ് ചെയ്യും. അത് കാരണം ഒരിക്കലും പുഴുങ്ങി കഴിക്കരുത്. അധികം പുഴുങ്ങാത്ത ഏത്തപ്പഴം കഴിക്കണതിന് കുഴപ്പമില്ല, പ്രൊവൈഡഡ് പേഷ്യൻറ്റിന് മലബന്ധം ഇല്ലെങ്കിൽ. ഒരു കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് പ്രമേഹം കുറച്ച് അഡ്വാൻസ് ആയി കഴിയുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ പറയുന്നതാണ്, പ്രമേഹ രോഗിക്ക് മലബന്ധം ഉണ്ടാകാം. അങ്ങനെയുള്ള എല്ലാവർക്കും വരണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് പിന്നെ ഈ ഏത്തപ്പഴം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഓക്കെ ഡോക്ടർ, ഒരു ചോദ്യം എനിക്കൊന്നും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ചോദ്യമാണ്. ഈ ഡയബറ്റിസിനെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട്, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ മരുന്ന് തന്നെ കഴിക്കാതെ അതിനെ ലളിതമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ലോങ് ടേമിൽ ഈ ഡയബറ്റിസ് അൺഅഡ്രസ്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ എന്തൊക്കെ ഹെൽത്ത് കോംപ്ലിക്കേഷൻസിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ടെന്നുള്ളതൊന്ന് പറയാമോ? ഒരുപാട് ഹെൽത്ത് കോംപ്ലിക്കേഷൻസിലേക്ക് വരും. കാരണം ഡയബറ്റിസ് അൺകൺട്രോൾഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് പല സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. അതായത് ഇപ്പോൾ മോഡേൺ ടേംസിൽ പറയുവാണെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതി, ഡയബറ്റിക് നെഫ്രോപ്പതി, പിന്നെ റെറ്റിനോപ്പതി, അതായത് കണ്ണിനെ ബാധിക്കാം, കിഡ്നിയെ ബാധിക്കാം, നമ്മുടെ നെർവിനെ ബാധിക്കാം. പല പേഷ്യൻസും കാലിൽ തരിപ്പ്, അല്ലെങ്കിൽ കാല് നിലത്ത് കുത്തുമ്പോൾ പഞ്ഞിയിൽ ചവിട്ടിയ പോലെ തോന്നണു, അല്ലെങ്കിൽ മുള്ളു കുത്തണ പോലെ തോന്നണു എന്നൊക്കെ പറഞ്ഞ സിംറ്റംസുമായിട്ട് വരാറുണ്ട്. ചെക്ക് ചെയ്യുമ്പോൾ ഡയബറ്റിക് ആണ്. ഇപ്പോൾ പേഷ്യൻസ് ഡയബറ്റിസ് ഒരു പറയുന്ന ഒരു സൈലൻ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഒരു ഇതാണ്. പലരും അറിയില്ല. ഈ എന്തെങ്കിലും സിംറ്റംസ് വന്നാലാണ് ചെക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വളരെ നാൾക്ക് മുമ്പേ ആൾക്ക് ഡയബറ്റിസ് സ്റ്റാർട്ട് ചെയ്തതായിരിക്കാം, പക്ഷെ ആൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അത്രയും നാൾ നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ ലെവൽ കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് പല സിസ്റ്റത്തിനെയും ബാധിക്കാൻ വരുന്നതാണ്. അല്ലാതെ വെറുതെ ബ്ലഡിൽ ഷുഗർ കൂടുക എന്നത് ഇത് മാത്രമല്ല ഡയബറ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഷുഗർ നമ്മുടെ പല ഓർഗൻസിനെയും ബാധിക്കാം. അതുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരവരുടെ രീതിക്കനുസരിച്ചിട്ട് ഡയറ്റ് കൺട്രോൾ ചെയ്യുക, വ്യായാമം ചെയ്യുക. വ്യായാമത്തിൽ നടക്കുന്നതൊക്കെയാണ് ഏറ്റവും നല്ലത്. എയറോബിക് എക്സർസൈസ് എന്ന് പറയും. നമ്മുടെ ശരീരത്തിനും ഹാർട്ടിനും ഒക്കെ നല്ല എക്സസൈസ്, എയറോബിക് എക്സസൈസ് ചെയ്യുക, നടക്കുക, ജോഗ് ചെയ്യുക, സൈക്ലിംഗ് ചെയ്യുക. അതൊക്കെയാണ് ഏറ്റവും നല്ല ഇത്. അതിൻ്റെ കൂടെ ആവശ്യമെങ്കിൽ മരുന്നും കഴിക്കുക. ഓക്കെ ഡോക്ടർ, നമുക്ക് വാട്സാപ്പിൽ വന്നിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. കൊട്ടാരക്കര നിന്ന് ശ്രീജ, മോൾക്ക് 9 വയസ്സ് പ്രായമുണ്ട്, മുഖത്ത് ചെറിയ ബ്ലാക്ക് സ്പോട്ടുകളുണ്ട്, എന്ത് ആയുർവേദ മെഡിസിൻ ആണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ഡയബറ്റീസുമായിട്ട് ബന്ധം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കുട്ടികൾക്ക് അത് പല കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് പറയാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെ ഈ ലൈവ് ഷോയിൽ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് പറയുന്നത് ശരിയല്ല. അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്കുണ്ടാവുന്ന ഡയബറ്റിസ് ഉണ്ട്, വളരെ യങ് ഏജിലെ ഉണ്ടാവുന്ന ഡയബറ്റിസ് ഉണ്ട്. അപ്പോൾ കുട്ടിക്ക് വണ്ണം ഉണ്ടോ? ഇപ്പം നല്ല വണ്ണമുള്ള കുട്ടികൾക്ക് ഡയബറ്റിസിൻ്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഈ കഴുത്തിലൊക്കെ ഒരു കറുപ്പ് വരിക, കഴുത്ത് അവിടെയൊക്കെ കറുപ്പ് വരുന്ന ഒരു ഇതുണ്ട്. അത് അക്കാന്തോസിസ് നൈഗ്രൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു ഇതാണ്. അതൊക്കെ ഒരു ഡയബറ്റിസിൻ്റെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ ചില കുട്ടികൾക്ക് പീരിയഡ്സ് കറക്റ്റായിട്ടാവില്ല. അപ്പോൾ അവർക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഓവറിയിൽ സിസ്റ്റ് ഉണ്ടാവും. അതെല്ലാം അതും ഇൻസുലിൻ്റെ ഒരു പ്രശ്നത്തിൽ വരുന്നതാണ്. അത് ഭാവിയിൽ ഡയബറ്റീസിലേക്ക് വരാം. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഒരു ഡയബറ്റീസിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറിയ കുരു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അത് നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ ചെയ്യാതെ മെഡിസിൻ പറയാൻ പറ്റില്ല. അപ്പോൾ കോളേജിൽ ഒരു എവിടെയാണെന്ന് വെച്ചാൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് മെഡിസിൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ശ്രീജ മകളെ ഒരു ഡോക്ടറിനെ, എക്സ്പേർട്ടിനെ കാണിക്കുക എന്നുള്ളതാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്. ഡോക്ടർ ഇപ്പം ഈ മാർക്കിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഇപ്പം ഈ സ്കിൻ ടാഗുകൾ വരുന്നത് ഈ പ്രമേഹത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണാമോ? ഈ കറുത്ത പാടുകൾ സ്കിൻ ടാഗായിട്ട് വരുന്നത്. സ്കിൻ ടാഗ് എന്ന് വെച്ചാൽ അത് കുറച്ച് പൊങ്ങിയിരിക്കുന്നതിനാണ് സ്കിൻ ടാഗ് എന്ന് വരുന്നത്. അതൊരു ഡയബറ്റിസിൻ്റെ ഒരു ഇതായിട്ട് പറയുന്നില്ല. അത് ഒരു ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവുന്നതാണ്, വൈറൽ ഇൻഫെക്ഷനായിട്ട് ഇങ്ങനെ പല പല സ്ഥലത്തായിട്ട് ഉണ്ടാകുന്നതല്ലേ. അത് കോട്ടറൈസ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു ഇതാണ്. അതും ഈ കറുപ്പും വ്യത്യാസമാണ്. ഈ നമ്മുടെ ഞാൻ പറഞ്ഞ അക്കാന്തോസിസ് എന്ന് പറഞ്ഞത്
കഴുത്തിങ്ങനെ കറുത്തിരിക്കുക, പ്രത്യേകിച്ചും നല്ല വണ്ണമുള്ള കുട്ടികൾക്കൊക്കെയാണ് കാണുക. കഴുത്ത്, ഈ ചെവിയുടെ ഈ ഭാഗം, കക്ഷത്തിന്റെ ആ ഭാഗം, അവിടെയൊക്കെ പെട്ടെന്നൊരു ബ്ലാക്കിഷ് ഡിസ്കളറേഷനാണ് അതവിടെ ഉദ്ദേശിക്കുന്നത്. ഈ സ്കിൻ ടാഗ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊജക്ഷനാണ്, അത് കോട്ടറൈസ് ചെയ്ത് കളയാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ, ഈ PCOD ഉള്ള കുട്ടികൾക്ക് ഭാവിയിൽ ഡയബറ്റിസ് വരാനുള്ള സാധ്യതയാണ്? അതാ ഞാൻ നേരത്തെ പറഞ്ഞ അതുള്ളത്. സിസ്റ്റ്, ഓവറിയിൽ സിസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇൻസുലിൻ്റെ ഒരു റെസിസ്റ്റൻസിനെയൊക്കെ കാണിക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് ഭാവിയിൽ ഡയബറ്റിസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ചാൻസ് ഉണ്ടെന്നേ ഉള്ളൂ, എല്ലാവർക്കും വരണം എന്നില്ല. അപ്പോൾ അങ്ങനെ കേൾക്കുന്നവർക്ക് അങ്ങനെ ഒരു ഇത് തോന്നരുത്. പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. PCOD വളരെ കോമൺ ഒന്ന് ശ്രദ്ധിക്കണം. വളരെ ചെറുത്, അതായത് ആ മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങിയ സമയത്തൊക്കെ അങ്ങനെ ഒരു ഇത് വരുവാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ, ഈ ഇൻസുലിനും ഡയബറ്റിസുമായിട്ടുള്ള ഒരു ബന്ധം അത് എന്താണ്? ഇൻസുലിൻ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടി വരുന്നത്? ഇൻസുലിൻ ഒഴിവാക്കി ടാബ്ലറ്റ്സ് മാത്രം കഴിക്കുന്ന സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ പലതും സാധാരണക്കാർക്ക് പല കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇൻസുലിൻ്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ചും അത് ആയുർവേദ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നതെന്ന് ഒന്ന് പറയാമോ? ഇൻസുലിൻ അത് കംപ്ലീറ്റ്ലി ഒരു മോഡേൺ മെഡിസിൻ ആണല്ലോ. അപ്പോൾ പിന്നെ അത് പല രീതിയിൽ പ്രവർത്തിക്കുന്ന ഇൻസുലിൻ ഉണ്ട്. ഞാനപ്പോൾ അതിൻ്റെ ഡെപ്തിലേക്ക് പോകുന്നില്ല. ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻസിന് പലർക്കുമുള്ള കൺഫ്യൂഷൻ, ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ മെഡിസിൻ ഉപയോഗിക്കാമോ എന്നുള്ളത്. എസ് ആണ് ആൻസർ. എടുക്കാം, ഒരു പ്രശ്നവുമില്ല. ഇൻസുലിൻ്റെ കൂടെ തന്നെ നമ്മുടെ മെഡിസിൻസ് എടുക്കാം. ഇപ്പോൾ പിന്നെ വീണ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുവാണ്, നമ്മുടെ ആയുർവേദ കോളേജിൽ ഒരു സ്പെഷ്യൽ OP ഉണ്ട് ഡയബറ്റീസിൻ്റെ. അത് എല്ലാ വെള്ളിയാഴ്ചയും ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ 1 മണി തൊട്ട് 3 മണി വരെയാണ് സ്പെഷ്യൽ OP ഉള്ളത്. അത് 2012 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ ഒത്തിരി കേസസ്, അതിൽ പല സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പിന്നെ ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. പ്രീ ഡയബറ്റിക് സ്റ്റേജ്, പ്രീ ഡയബറ്റിസ്, അത് കഴിഞ്ഞ് ഡയബറ്റിസ് വിത്ത് കൊളസ്ട്രോൾ, പിന്നെ ബാക്കി അതായത് കൊളസ്ട്രോൾ, ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻസ്, ഇല്ലാത്ത പേഷ്യൻസ്, അങ്ങനെയൊക്കെയാണ്. അതിൽ നമ്മളൊരു 250 റേഞ്ചിലൊക്കെ എത്തിയ പേഷ്യൻസിന് നമ്മൾ ഒരിക്കലും ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഇൻസുലിൻ നിർത്താറില്ല. ഒരു നമ്മൾ ആഡ് ഓൺ തെറാപ്പി ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് ഇൻസുലിനും കൊടുക്കും, അതിൻ്റെ കൂടെ നമ്മുടെ ആയുർവേദ മെഡിസിൻസും കൊടുക്കും. പക്ഷേ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്, നമുക്കത് പ്രോപ്പറായിട്ട് നമ്മുടെ മെഡിക്കേഷൻ എടുത്താൽ ഇൻസുലിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അത് പിന്നത്തെ നമ്മൾ റെഗുലർ റിവ്യൂവിൽ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ഷുഗർ ലെവൽ കുറവാണെങ്കിൽ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്ന ഡയബറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് വിടാറുണ്ട്. അവർ ഇൻസുലിൻ ഡോസ് കുറച്ചും കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ട് ആയുർവേദ മെഡിസിൻ എടുക്കണ്ട എന്ന് പറയാൻ പറ്റില്ല, എടുക്കാം. അതിപ്പം ഏത് മരുന്നെടുത്താലും ആയുർവേദ മെഡിസിൻസ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം മെഡിസിൻ, ഓറൽ മെഡിക്കേഷൻ അകത്തേക്ക് കഴിക്കുന്നതാണെങ്കിൽ ഒരു ഗ്യാപ്പ് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, എത്ര സമയം? അരമണിക്കൂർ ഗ്യാപ്പ് കൊടുത്താൽ മതി? അര തൊട്ട്, ഞാനിപ്പോൾ നേരത്തെ 1 മണിക്കൂറാണ് പറഞ്ഞത്, അരമണിക്കൂറെങ്കിലും ഗ്യാപ്പ് വേണം, കൊടുക്കണം എന്നുള്ള. ഡോക്ടർ, ഈ നമ്മുടെ തിരുവനന്തപുരം ആയുർവേദ മെഡിക്കൽ കോളേജിൽ നമുക്ക് എന്തൊക്കെ സ്പെഷ്യലൈസേഷൻസ് ആണ് ഉള്ളത്? അതിൻ്റെ ഒരു ക്ലിനിക്കുകളെ കുറിച്ച്, അതായത് സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്സ് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? OP അതൊക്കെയാണോ? അതെ അതെ. ഇപ്പൊ ഈ ഡയബറ്റിക് OP ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് പലർക്കും ഒരു ന്യൂ ഇൻഫർമേഷൻ ആയിരിക്കും. അതുപോലെ സിമിലർ എന്തൊക്കെ ക്ലിനിക്സ് ആണ്? അതായത് നമ്മുടെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ജനറൽ മെഡിസിൻ കായ ചികിത്സാ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. നമുക്ക് ഡയബറ്റീസിൻ്റെ സ്പെഷ്യൽ OP ഉണ്ട്, ഹെപ്പറ്റോളജി കരൾ സംബന്ധമായ രോഗത്തിൻ്റെ സ്പെഷ്യൽ OP ഉണ്ട്, സൈക്യാട്രി മാനസികത്തിൻ്റെ സ്പെഷ്യൽ OP ഉണ്ട്, പിന്നെന്താണ് ന്യൂറോളജി സ്പെഷ്യൽ OP ഉണ്ട്. ഇങ്ങനെ പല സ്പെഷ്യൽ OPസും ഉണ്ട്. പിന്നെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ENTയും ഒഫ്താലും കൂടെ ചേർന്നിട്ട് നമ്മുടെ ശാലാക്യ തന്ത്ര എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ OPs അവർ നടത്തുന്നുണ്ട്. പിന്നെ ശല്യതന്ത്ര എന്നൊരു ഇതുണ്ട്, അത് മർമ്മ ചികിത്സയും പിന്നെ നമുക്ക് പൈൽസ്, ഫിസ്റ്റുല അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ OPs അവർ നടത്തുന്നുണ്ട്. അവിടെ തന്നെ അർബുദം, ക്യാൻസറിൻ്റെ ഇപ്പോൾ ക്യാൻസറിന് നമുക്ക് എല്ലാ സ്റ്റേജസിലും ഇൻ്റർവീൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ക്യാൻസറിൽ പിന്നെ റേഡിയേഷനൊക്കെ കഴിഞ്ഞ് ക്ഷീണം ഒക്കെ ഉള്ള പേഷ്യൻസ് ഉണ്ടല്ലോ, അവർക്കുള്ള
കുറച്ചുകൂടെ ഒന്ന് ഒരു ഹെൽത്തൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിൻസ് ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഡോക്ടർ, ഞാൻ വീണ്ടും പ്രമേഹത്തിലേക്ക് വരികയാണ്. ഈ പ്രമേഹം എന്ന് പറയുന്ന ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗർഭാവസ്ഥയിൽ അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയുന്നത് ഇപ്പം കുറേയധികം കാണുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ആയുർവേദം കൈകാര്യം ചെയ്യുന്നത്? അങ്ങനെ ഇപ്പോൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ഗർഭിണികളിൽ നമ്മൾ ഷുഗർ വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് നോർമലിൽ നിന്നും കൂടി നിൽക്കുന്ന ഒരവസ്ഥ. അത് നമ്മൾ സാധാരണ മെഡിസിൻസ് തന്നെയാണ് നമ്മുടെ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രമേഹത്തിൻ്റെ മെഡിസിൻസ് തന്നെയാണ് അവർക്കും കൊടുക്കുന്നത്. അത് പിന്നെ അവരുടെ ഒരവസ്ഥയും എല്ലാം നോക്കി ആണ് നമ്മളത് വളരെ കെയർഫുള്ളായിട്ടല്ലേ നമുക്ക് ആ ജസ്റ്റേഷണൽ പീരീഡിൽ ഗർഭാവസ്ഥയിൽ മാനേജ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാനുള്ളത്. പക്ഷെ പല പേഷ്യൻസിനും അത് കഴിഞ്ഞിട്ട് ഡെലിവറി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അത് തിരിച്ച് നോർമലായിട്ട് വരാറുണ്ട്. പിന്നെ മെഡിസിൻ്റെ ആവശ്യം വരാറില്ല. പക്ഷെ അങ്ങനെയുള്ള പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ടത് അവർക്ക് വീണ്ടും പ്രമേഹം വരാനൊരു ചാൻസ് ഉണ്ട് ഫ്യൂച്ചറിൽ. അതുകൊണ്ട് അവർ പീരിയോഡിക്കൽ ചെക്കപ്പ് റെഗുലറായിട്ട് ചെയ്യണം. കാരണം ഒരു സാധാരണ ആളെക്കാളും ജസ്റ്റേഷണൽ ഡയബറ്റിസ് ഉള്ള ആൾക്ക് ഡെലിവറിക്ക് ശേഷം നോർമൽ ആയാലും പിന്നെ അത് ഏതെങ്കിലും സമയത്തൊന്ന് ഷൂട്ടപ്പ് ചെയ്യാൻ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ, ഈ കുട്ടികളിലെ പ്രമേഹം എനിക്ക് തോന്നുന്നു അത് വേണ്ട രീതിയിൽ പലപ്പോഴും അറിയാതെ പോകുന്ന ഒരു പ്രശ്നമായിട്ട്, ഇപ്പോൾ ചില കുട്ടികൾക്ക് പ്രമേഹം ഉണ്ട് പക്ഷെ വളരെ ലേറ്റർ സ്റ്റേജിലായിരിക്കും അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കുട്ടികളിൽ കോമൺ ആയിട്ട് എന്തുകൊണ്ടാണ് പ്രമേഹം ഇപ്പോൾ കണ്ടുവരുന്നത് കൂടുതലായിട്ട്? അത് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറഞ്ഞൊരിതുണ്ട്. അതായത് നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കുറവാണോ അല്ല അങ്ങനെ വളരെ, അതായത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻസുലിൻ ഇല്ല. അപ്പോൾ ഇൻസുലിൻ സപ്ലിമെൻറ്റ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു തരം ഡയബറ്റിസ് ഉണ്ട്. പിന്നെ കുട്ടികൾക്ക്, അതായത് ഒരു 16, 17, 18 ഇപ്പോൾ കുട്ടികൾക്ക് ഡയബറ്റിസ് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിഡൻ്റ് ആണ്. പണ്ടുള്ള കുട്ടികൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? കുറേ ദൂരമാണെങ്കിലും നടന്നു പോകും, തിരിച്ച് നടന്നു വരും, അവർ തിരിച്ച് ഗ്രൗണ്ടിൽ പോയി കളിക്കും. ഇപ്പോഴത്തെ കുട്ടികൾ എന്താ ചെയ്യണേ? പിന്നെ വീടിൻ്റെ വാതിക്കൽ വണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും, തിരിച്ച് വിളിച്ചുകൊണ്ട് വരും. എന്നിട്ട് ബഹളം ഉണ്ടാക്കുന്ന കുട്ടികൾക്ക് ആദ്യമേ നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കും, ലാപ്ടോപ്പ് കൊടുക്കും. അപ്പോൾ അവർക്ക് കളി അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആവശ്യത്തിന് വ്യായാമം കിട്ടുന്നില്ല. പിന്നെ ഓർഡർ ചെയ്യുന്നത് എല്ലായിടത്തും ജങ്ക് ഫുഡ്. ഇപ്പം സ്വിഗ്ഗി, സൊമാറ്റോ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. എന്താണേലും നമ്മുടെ ഗേറ്റിൽ വരും. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ ജങ്ക് ഫുഡ് കഴിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാരണമാണ് ഇപ്പോൾ ഡയബറ്റീസിൻ്റെ റേറ്റൊക്കെ ഒരുപാട് കൂടുന്നത്. അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്ത് പ്രോപ്പറായിട്ട് വ്യായാമമൊക്കെ ചെയ്ത് ഈ മൊബൈലിൻ്റെ യൂസൊക്കെ കുറച്ചാൽ തന്നെ കുട്ടികൾക്ക് കുറേ ഇത് മാറ്റാൻ പറ്റും. ഇപ്പോഴത്തെ കുട്ടികളുടെ അമിതവണ്ണം അതൊക്കെ തന്നെ ഇതുകൊണ്ടാണ്. അത് പാരൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അതെ അതെ ഡോക്ടർ, നമുക്ക് വാട്സാപ്പിൽ വന്ന അടുത്തൊരു ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. എൻ്റെ പേര് മുകുന്ദൻ, 18 വയസ്സാണ്. ഭാവിയിൽ ഡയബറ്റിസ് വരാതിരിക്കാൻ എന്തൊക്കെ ഫുഡ് ആണ് കഴിക്കേണ്ടത്? ബേക്കറി ഫുഡ് കഴിച്ചാൽ ഡയബറ്റിസ് വരുന്നു എന്ന് പറയുന്നു. അതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിൽ പക്ഷേ ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ എന്ന് എഴുതിയിട്ടില്ല. ഇല്ല. അപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിലാണ് ചാൻസ് കൂടുതൽ. അല്ലാത്തവർക്ക് ബേക്കറി ഫുഡ് കഴിച്ചാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ എത്ര കാലറി ഇൻടേക്ക് അകത്തേക്ക് പോകുന്നു, എത്ര ബേക്കറി ഫുഡിലൊക്കെ നല്ല രീതിയിലുള്ള കാലറി ഇൻടേക്ക് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വ്യായാമം ചെയ്യേണ്ടതാണ്. പിന്നെ ഞാൻ ആദ്യം കുറേ ഫ്രൂട്ട്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതൊക്കെ ശീലിക്കുക. എപ്പോഴും ബേക്കറി ഐറ്റംസ് കഴിക്കാതെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ട്. പിന്നെ മില്ലറ്റ്, ഇപ്പോൾ ഒരുപാട് പേര് കഴിക്കുന്നതാണ് മില്ലറ്റൊക്കെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. എക്സസൈസ് ചെയ്യുക. പിന്നെ സ്ട്രെസ്സും ഒരു ഫാക്ടറാണ് പ്രമേഹത്തിന്. അത് പിന്നെ നമുക്ക് പെട്ടെന്ന് തോന്നും സ്ട്രെസ്സ് പ്രമേഹത്തിനൊരു റീസൺ ആണ്. കാരണം സ്ട്രെസ്സുള്ള ആൾക്കാർക്ക് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ട്രോമ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ലൈഫിൽ വന്ന ആൾക്കാർക്ക് നമ്മൾ ഡയബറ്റിക് സെയിം മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാലും ഡയബറ്റിസ് അൺകൺട്രോൾഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെ സ്ട്രെസ്സ് കൊണ്ടാണ്. ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുള്ളതാണ്. ടെൻഷനൊക്കെ കൂടുമ്പോൾ ഡയബറ്റിസ് കുറച്ചങ്ങ് ഷുഗർ വല്ലാണ്ടങ്ങ് കൂടും. മനസ്സ് കൂളാക്കി വെക്കേണ്ടതും ഒരു ഫാക്ടറാണ്. ഓക്കെ ഡോക്ടർ, ഈ സ്ട്രെസ് ഡയബറ്റിസ് മുതൽ ക്യാൻസർ വരെ അല്ലേ? അത്രയും
വലിയ വില്ലനാണ്, പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അത് കാരണം സ്ട്രെസ് റിലീഫിനുള്ള എന്തെങ്കിലും ഇതൊക്കെ ചെയ്യേണ്ടതാണ്. അതെ അതെ. പ്രാണായാമം, യോഗ ഇതൊക്കെ ചെയ്ത് നമ്മൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആവണം എപ്പോഴും. സ്ട്രെസ്സ് എല്ലാ അസുഖത്തിനും സ്ട്രെസ് ഒരു ഫാക്ടറാണ്. ആയുർവേദത്തിൽ ആ ശരീരവും മനസ്സും ഇങ്ങനെ ചേർന്ന് നിൽക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ ശരീരത്തിന് മാത്രമല്ല ട്രീറ്റ്മെൻറ്റ്, നമ്മൾ മനസ്സിനും കൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതെ ഡോക്ടർ, ഈ നമ്മൾ മെഡിസിൻസ് കഴിക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ രസായനത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ. ഈ ഡയബറ്റിസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഉള്ളത്, അതൊന്ന് പറയാമോ? ഓക്കെ, ഡയബറ്റീസിൽ ശരിക്കും ഇൻറ്റേർണൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ് മെയിനായിട്ടുള്ളത്. ഇൻറ്റേർണൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ് മെയിനായിട്ട്. അതിൽ കഷായമുണ്ട്, പൊടികളുണ്ട്, കോളുണ്ടോ? ഇല്ല ഡോക്ടർ സംസാരിക്കാം. കഷായമുണ്ട്, പൊടികളുണ്ട്, അങ്ങനത്തെ പല ഇതും ഉണ്ട്. നമുക്ക് ഗുളികയുണ്ട്, അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പം ഇനി എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റിൽ വളരെ യൂസ്ഫുള്ളായിട്ട് കണ്ടിട്ടുള്ളത് ഒരെണ്ണം നമുക്ക് എണ്ണ ഇടുക എന്നുള്ളൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഓയിൽ മസാജ്. അത് കൂടുതലും ഇഫക്റ്റീവായിട്ടുള്ളത് ഈ ഡയബറ്റിസ് അൺകൺട്രോൾഡ് ആയിട്ട് ന്യൂറോപ്പതി, അതായത് ഞരമ്പിനെയൊക്കെ ബാധിച്ച് കൈകാല തരിപ്പ്. അപ്പോൾ പല പേഷ്യൻസും കൈകാല തരിപ്പ് എന്ന് പറയുമ്പോൾ അത് വാദമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക. പക്ഷേ ഷുഗർ കൂടിക്കഴിഞ്ഞാലും ഇതേ കംപ്ലയിൻറ്റ്സ് ഉണ്ടാവാം, കൈക്ക് തരിപ്പ്, കാലിന് തരിപ്പ്. അത് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നെർവ് കണ്ടക്ഷൻ സ്റ്റഡിയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനത്തെ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ആ അവസ്ഥയിൽ നമുക്ക് എണ്ണയിടാം. പിന്നെ മെയിനായിട്ട് യൂസ്ഫുൾ ആയിട്ട് കണ്ടിട്ടുള്ള ഒരെണ്ണമാണ് തക്രധാര എന്ന് പറയും. ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള മോര് വെച്ചിട്ട് ധാര ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് വളരെ എഫക്റ്റീവാണ്. നമുക്ക് പിന്നെ ഷുഗർ ലെവൽ കുറഞ്ഞ് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു 7 days 14 days ഒക്കെ നമ്മൾ തക്രധാര ചെയ്യും. അത് ശരിക്കും ഹെഡിലാണ് ചെയ്യുന്നത്. ഹെഡിൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ചില വൈറ്റൽ പോയിന്റ്സ് ഉണ്ട്, മർമ്മസ്ഥാനം എന്ന് പറയും. അതിൽ ഒരു സ്റ്റിമുലേഷൻ വന്നിട്ട് സ്റ്റഡീസൊക്കെ ഒത്തിരി നടന്നിട്ടുള്ളതാണ്. ഷുഗർ ലെവൽ കുറഞ്ഞ് കണ്ടിട്ടുണ്ട്. വേറെ അല്ലാതെ പിന്നെ ശരീരം വളരെ ക്ഷീണിച്ച അവസ്ഥയിലൊക്കെ നമുക്ക് ഈ ഞവരക്കിഴി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് ഡയബറ്റീസ് കൺട്രോൾഡ് ആയവർക്ക് ശരീരക്ഷീണം നന്നായിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അങ്ങനെ തന്നെ കൺട്രോൾഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പിഴിച്ചിലുണ്ട്. പക്ഷേ ഇതെല്ലാം ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ, ഡോക്ടറുടെ ഒരു എന്താ പറയുക സൂപ്പർവിഷനിൽ മാത്രം വേണം ചെയ്യാൻ. അല്ലാതെ എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ്സ് പലതും ചൂട് കൂടിക്കഴിഞ്ഞാൽ പ്രമേഹം കൂടാറുണ്ട്. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് വേണം എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാൻ. ഡോക്ടർ, വളരെ ചുരുങ്ങിയൊരു ഉത്തരം പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യത്തിലേക്ക്, അതായത് നമ്മുടെ സമയം ഏകദേശം പൂർണ്ണമായതുകൊണ്ടാണ് ഈ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഗ്ലൂക്കോമീറ്റർ റീഡിങ്, ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ഒരേ റിസൾട്ടാണോ, ഒരേ ക്ലാരിറ്റി ആണോ തരുന്നത് എന്നുള്ളതെന്ന്? അത് അല്ല, അങ്ങനല്ല. നമ്മൾ ലാബിൽ ചെക്ക് ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ വീനസ് ബ്ലഡിൽ നിന്നാണ്, വെയിനിൽ നിന്നാണ് ആ ബ്ലഡ് എടുത്തിട്ട് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഗ്ലൂക്കോമീറ്റർ ആ മെഷീനിൽ ചെക്ക് ചെയ്യുമ്പോൾ കാപ്പിലറി ബ്ലഡാണ്, അതായത് വളരെ ചെറിയ രക്തക്കുഴലുണ്ട്. ആ നമ്മുടെ ഫിംഗറിൻ്റെ ടിപ്പിൽ നിന്ന് ഒരു ഡ്രോപ്പ് ബ്ലഡ് എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമുക്കൊരു ഡയഗ്നോസ്റ്റിക്, അതായത് പെട്ടെന്ന് ഒരു ഷുഗർ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഇപ്പം പെട്ടെന്ന് ഒരു ഇതിനാണ് നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ ഇപ്പം ഞാനീ പറഞ്ഞില്ല, ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളവർ പീരിയോഡിക്കൽ ചെക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ലാബിൽ പോയി ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു 5-10 യൂണിറ്റിൻ്റെയൊക്കെ ഒരു ഇതിൻ്റെ വ്യത്യാസമൊക്കെ കാണാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വരാം ഈ ഇതിൽ ഗ്ലൂക്കോമീറ്റർ റീഡിങ്ങും ലാബ് റീഡിങ്ങും തമ്മിൽ. എപ്പോഴും ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ലാബ് റീഡിങ് തന്നെയാണ്. പിന്നെ ഷുഗർ ഫ്ലക്ച്വേഷൻ ഉള്ളവർക്ക് എന്നും ലാബിൽ പോയി ചെയ്യാൻ പറ്റില്ല. അവർക്കൊരു ജസ്റ്റ് നമുക്ക് ഒന്ന് സ്ക്രീൻ ചെയ്യാൻ വേണ്ടി, അത് കൺട്രോൾഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും ഗ്ലൂക്കോമീറ്റർ റീഡിംഗ്. ഒരിക്കലും ഗ്ലൂക്കോമീറ്ററിലെ റീഡിംഗ് ആധികാരികം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആധികാരികം അല്ല, ഒരു ഡയഗ്നോസ്റ്റിക്. പെട്ടെന്ന് നമ്മളിപ്പം 1 വർഷം കൂടുമ്പോഴൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ അത് ലാബിൽ പോയി ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഡോക്ടർ, നമ്മുടെ സമയം പൂർണ്ണമായിരിക്കുകയാണ്. കേരള കണക്റ്റിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പ്രമേഹവും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഡോക്ടർ അശ്വതി ആയിരുന്നു നമ്മുടെ അതിഥി. തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദിക് മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറും RMOയുമാണ്. അപ്പോൾ വളരെ ഡീറ്റെയിൽഡായി പ്രമേഹവും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടർക്ക് ഒരുപാട് നന്ദി. ഒപ്പം നമ്മുടെ പ്രേക്ഷകർക്കും കോളേഴ്സിനും വാട്സാപ്പിൽ മെസ്സേജ് അയച്ച പ്രിയപ്പെട്ടവർക്കും നന്ദി. താങ്ക് യു.